എൻ്റെ യാത്രയാണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ ഇതിൽ പറയുന്ന കഥ എൻ്റേതാണോ എന്ന് ചോദിച്ചാൽ അല്ല. കൂടെ വന്ന ആളുടെ കഥ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഡബ് ചെയ്യേണ്ടി വന്നതാണ്. ഞാനിവിടെ നെറ്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വന്നതാണ്. കഴിഞ്ഞ 3 വട്ടം എക്സാം എഴുതിയിട്ട് 3 തവണ പാസ്സാവുകയും ചെയ്തു. പക്ഷെ JRFനുള്ള മാർക്ക് എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ട് കിട്ടിയില്ല. പക്ഷെ അത് എഴുതിയെടുക്കാനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ശ്രമിച്ചാൽ കിട്ടാത്തതായിട്ടൊന്നും ഇല്ല എന്നാണല്ലോ പറയല്. അങ്ങനെ എന്തായാലും ഞാൻ ഈ കോളേജിൽ വന്നപ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ പട്ടിക്കുട്ടീനെ എന്ന് പറയുന്ന സമയത്ത് ആൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഫസ്റ്റ് കണ്ട ആളോട് പെരുമാറുന്ന പോലെയല്ല പെരുമാറിയത്. അങ്ങനെ ബോറടിച്ച് നിന്ന സമയത്താണ് ബിസ്ക്കറ്റൊക്കെ വാങ്ങിയിട്ട് പട്ടിക്ക് കൊടുക്കാൻ വേണ്ടി പട്ടിയായിരുന്നു തിരയുന്നത്. വാങ്ങാൻ പോകുന്നതിന് മുമ്പ് അവൻ ഇതിലൂടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു വന്നിട്ട് ആളെ പൊടി പോലും കാണുന്നില്ല. അപ്പോൾ വേറൊരു പട്ടി അതാ വന്ന് നിൽക്കുന്നു. അപ്പോൾ പിന്നെ എന്തായാലും വാങ്ങിയതല്ലേ ബിസ്ക്കറ്റ്, ഇവന് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ ഇവൻ കഴിച്ചുകൊണ്ട് നിൽക്കുക. മുഴുവൻ കൊടുക്കാൻ എന്തോ തോന്നിയില്ല. അവൻ വരുമെന്നെന്തോ ഒരു പ്രതീക്ഷ എൻ്റെ മനസ്സിൽ എവിടെയോ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും മഴയൊക്കെ നോക്കി അവന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. വെയിറ്റ് ചെയ്തത് വെറുതെ ആയില്ല. ആൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പതുക്കെ എൻ്റെ മുന്നിൽ തന്നെ എത്തി. അങ്ങനെ ബാക്കിയുള്ള ബിസ്ക്കറ്റ് ഞാൻ അവന് കൊടുത്തു. ഏകദേശം 3 മണിക്കൂറോളം ആരെയും അറിയാത്ത ഈ ഒരു സ്ഥലത്ത് വെറുതെ നിൽക്കേണ്ടിയിരുന്ന എൻ്റെ അടുത്തേക്ക് ഇവൻ വന്നതോടെ ബോറടി പകുതി കുറച്ച് തരാൻ ഇവനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ഇവൻ്റെ ഓരോ കുറുമ്പുകളും ആളുകളോടുള്ള പെരുമാറ്റമൊക്കെ കണ്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. ചില പട്ടികൾ അങ്ങനെയല്ലേ, നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറും. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഫുഡും കഴിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇന്നത്തെ ദിവസം എൻ്റെത് ഇങ്ങനെയായിരുന്നു. നിങ്ങളത് എങ്ങനെയായിരുന്നു?